മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളം പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണോ? അതായത് ഒരാൾക്ക് തീരെ വയ്യാതെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. അപ്പോൾ ആ ബെഡിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ മറ്റൊരു ബെഡിൽ മറ്റൊരു മനുഷ്യനുണ്ട്. അപ്പോൾ ആ ബെഡിന്റെ അടുത്ത് ഒരു ജനലുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആവുകയാണ്. അപ്പോൾ ഈ ജനലിന്റെ അടിയിലുള്ള മനുഷ്യൻ എന്നും വെറുമെ കാണുന്ന കാഴ്ചകളെ പറ്റി ഈ ഇപ്പുറത്തുള്ള ആളോട് വിവരിച്ചു കൊടുക്കുക. പറയും, ഇന്ന് ഭയങ്കര തെളിഞ്ഞ ആകാശമുള്ള ദിവസമാണ്, ഇന്നത്തെ ആകാശം കാണാൻ എന്തൊരു ഭംഗിയാണ്, ഈ ജനലിന്റെ അപ്പുറം മറ്റൊരു മരമുണ്ട്, ആ മരത്തിൽ നിറയെ കിളികളുണ്ട്, ഇങ്ങനെയുള്ള ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണുന്ന കാഴ്ചകളെ പറ്റി ഈ മനുഷ്യൻ വിവരിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പുറത്തുള്ള ബെഡിലുള്ള ആൾക്ക് തോന്നുകയാണ്, എനിക്കും അപ്പുറത്തെ ബെഡ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്ന് തോന്നുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ബെഡിന്റെ അരികിലുള്ള മനുഷ്യൻ മരിക്കുകയാണ്. ഇപ്പം ഇപ്പുറത്തുള്ള ബെഡിലുള്ള ആൾ ചോദിക്കുകയാണ്, എനിക്ക് ആ ബെഡ് തരുമോ, അപ്പം എനിക്ക് നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞ് ബെഡ് മാറ്റുകയാണ്. ഈ ബെഡ് മാറ്റി ഈ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ഇയാൾക്ക് ഈ സത്യം മനസ്സിലാവുന്നത്. അതായത് ഈ ജനലിന്റെ അപ്പുറം മറ്റൊരു പ്ലെയിൻ ആയിട്ടുള്ള ചുവര് മാത്രമാണ് ഉണ്ടായിരുന്നത്, ഒരു കാഴ്ചകളും അവിടെ കാണാനുണ്ടായിരുന്നില്ല. തന്റെ സുഹൃത്തിനെ സന്തോഷിപ്പിക്കാനും സ്വയം പ്രതീക്ഷ നിറയ്ക്കാനും വേണ്ടി അയാൾ ഇനി ഈ ഹോസ്പിറ്റലിന്റെ വെളിയിൽ ഇറങ്ങി കാണാൻ ആഗ്രഹമുണ്ടായിരുന്ന കാഴ്ചകളെ പറ്റി നിരന്തരം അടുത്തുള്ള സുഹൃത്തിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പുറം മറ്റൊരു ലോകമുണ്ട്, ഇനിയും നമുക്ക് ഇതിന്റെ പുറം ലോകം കാണണം, ഇനിയും നമുക്ക് ജീവിക്കണം എന്ന പ്രതീക്ഷ ഈ മനുഷ്യനിലേക്ക് നിറച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു കഥയിലെ സാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതൊരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവിടെയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രതീക്ഷ കൊണ്ടെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അവിടെ നിറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. മരണക്കിടക്ക് കടന്നുകൊണ്ടും ഇനിയും നമുക്ക് തെളിഞ്ഞ ആകാശവും പക്ഷികളും വൃക്ഷങ്ങളിലെ ഫലങ്ങളും ഒക്കെ കാണണം എന്നുള്ള പ്രതീക്ഷ തൊട്ടടുത്തുള്ള സുഹൃത്തിനും കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ കഥയാണത്. എന്ത് കാണുന്നു എന്നതല്ല നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മളിലൂടെ മറ്റുള്ളവർ എന്താണ് കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതാണ് നമ്മുടെ പെർസ്പെക്റ്റീവ്.